ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടുവച്ചോളൂ. കാരണം ഈ ഒരു കോണ്ടന്റ് ഇപ്പോൾ ലൈവിൽ നടന്ന അനുമോൾ, മസ്താനി, റന ഫാത്തിമ ഇവർ തമ്മിലുള്ള ഈ ഒരു സംസാരം എപ്പിസോഡിൽ വരാനുള്ള സാധ്യത ഒട്ടും ഞാൻ കാണുന്നില്ല. ഇന്നലെ അപ്പാനിയും അനുമോളും സംസാരിച്ച പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് പറയാണ്. അപ്പോൾ വന്നിരുന്ന ആ ഒരു 3 പേരുടെയും സംസാരത്തിന്റെ ഒടുവില് ബിൻസി എന്തോ ഒരു ചതിയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് മസ്താനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദിലേക്ക് ഇട്ടൊരു നല്ല കൊട്ട് റെന കൊടുക്കുന്നുണ്ട്. വേറെ അനുമോളല്ല, റെന ഫാത്തിമ കൊടുക്കുന്നുണ്ട്. പിന്നെ ബിൻസിയെ കുറിച്ച്, ബിൻസി അപ്പാനിയുടെ പിന്നാലെ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ റെനയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വലിയ കോൺവെർസേഷൻ വളരെ വേഗത്തിൽ ചുരുക്കി ഒന്ന് പറയാം. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈവിൽ നടന്ന സംഭവമാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇവര് 3 പേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഇവര് 3 പേരും ഒന്നിച്ചിരുന്നായിരുന്നു ഫുഡ് കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം പുറത്ത് ഊഞ്ഞാലിൽ വന്നിട്ട് മസ്താനി, റെന, അനുമോള്. അപ്പം റെന സംസാരിച്ച് തുടങ്ങുന്നത് മസ്താനിയോടാണ്. അതായത് റീ എൻട്രി വന്ന സമയത്ത് മസ്താനിയും റെനയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് ആലിബിന്റെ വാക്കാണ്, അത് ആലിബിന്റെ പേരാണ്, അതുകൊണ്ട് തന്നെയാണ് അതെടുത്തിട്ടത്. പക്ഷേ മൊത്തത്തിൽ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്ത് ഗെയിം തുടങ്ങുന്നതിന് മുമ്പിട്ട് അങ്ങ് പോയി, അതുകൊണ്ട് തന്നെ ഭയങ്കര മോശമായി എന്നൊക്കെയുള്ള രീതിയിൽ മസ്താനി അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന റെനയ്ക്ക് അറിയേണ്ടത് ഈ കട്ടപ്പ, ശൈത്യയുടെ പ്രശ്നം, ആദില, നൂറ ഇതൊക്കെയാണ്. അത് അനുമോളെടുത്ത് കറക്റ്റ് ആയിട്ട് ഓരോന്ന് ഇന്റർവ്യൂ എടുക്കുന്ന കണക്ക് അനുമോളോട് റെന ഫാത്തിമ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, ഈ പറയുന്ന ആദിലയും നൂറയും എനിക്ക് ഇളയതാണ്, എനിക്ക് അനിയത്തികളെ പോലെയാണ്. അവർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അത്രയും നെഗറ്റീവ്. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ ഞാൻ ഒരിക്കലും മോശമാക്കില്ല. പിന്നെ ഞാൻ ആദിലയോടും ആദില എന്നോടും ഒരുപാട് കാര്യങ്ങൾ തമാശ രൂപേണയും അല്ലാതെയും ഞങ്ങൾ വളരെ പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഈ ദേഷ്യം വരുന്ന സമയത്ത്, ദേഷിച്ച് നിൽക്കുന്ന സമയത്ത് കുത്താൻ വേണ്ടിയിട്ട്, കുത്തിനോവിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇട്ടു തരുന്നത്? അങ്ങനെ ചെയ്യല്ലേ എന്ന് ഞാൻ ആദിലയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പിന്നെയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് നോവും, എനിക്ക് എന്നോട് ഇങ്ങനെ ചെയ്യല്ലേ എന്ന് അനുമോള് പറയാണ്. അപ്പൊ റെന പിന്നെയും ചോദിക്കുന്നുണ്ട്, അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെ, എന്നിട്ടും അങ്ങനെ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ റെന ചുമ്മാ ചോദിക്കുകയാണ്. എന്നിട്ട് ഈ ശൈത്യയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ വന്നതിന് ശേഷം, റീ എൻട്രിക്ക് ശേഷം ശൈത്യ ഈ വിഷയം എടുത്തിട്ട കാര്യം. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അന്ന് ഈ പറയുന്ന കട്ടപ്പ എന്നുള്ള വാക്ക്, അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതാണ് റെനയ്ക്ക് അറിയേണ്ടത്. റെന ഇത് അറിഞ്ഞു വെച്ചിട്ട് ഇനി അവിടെ പോയി ശൈത്യക്ക് പറഞ്ഞു കൊടുക്കാനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും അത് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് കട്ടപ്പ. കട്ടപ്പയുടെ എന്നുള്ള ആദ്യത്തെ പേര് ആദ്യമായിട്ട് അനുമോള് കേൾക്കുന്നത് ജിഷിന്റെ അടുത്ത് നിന്നാണ്. ഇങ്ങനെയൊന്നും വിശ്വസിക്കരുതെന്നുള്ള രീതിയിൽ ജിഷിൻ വൈൽഡ് കാർഡായിട്ട് വന്ന സമയത്ത് പറയുന്നു. അപ്പോ പക്ഷേ അത് അനുമോള് കരുതിയത് ശൈത്യനെയും അനുമോളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ജിഷിൻ ചേട്ടൻ കാണിക്കുന്നതാണെന്ന് കരുതി അതവിടെ കളഞ്ഞു. പക്ഷെ മസ്താനി വന്നിട്ട് കട്ടപ്പ പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഹുക്ക് കിട്ടി. അതിനുശേഷം മനഃപൂർവ്വമായിട്ട് ശൈത്യയെ പോയി കട്ടപ്പ എന്ന് വിളിച്ച് തമാശയ്ക്ക് കളിയാക്കിയപ്പോഴത്തേക്കും കട്ടപ്പ എന്ന് വിളിക്കുന്നു പറഞ്ഞിട്ട് ശൈത്യ അവിടെ റിയാക്ട് ചെയ്തു. ആ വിഷയം അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം വിസിബിൾ ആയിട്ട് അനുമോള് ശൈത്യയുടെ പല പ്രവർത്തികളും കണ്ടു. അതവിടെ പറയുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു കോൺവെർസേഷൻ അത് ആര്യന്റെ പേരെടുത്തിട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആര്യനോട് അനുമോൾക്ക് ക്രഷ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്തിയത് ഈ പറയുന്ന ശൈത്യയാണ്. പക്ഷേ അത് ശൈത്യയും അനുമോളും പരസ്പരം തമാശ രൂപേണ ശൈത്യ ഉൾപ്പെടെ പറഞ്ഞ ഒരു തമാശയായിരുന്നു. അത് അനുമോളുടെ മാത്രം കുറ്റമായിട്ട് മാറി. പിന്നെ ഈ പറയുന്ന അപ്പാനിയുമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ബിൻസിയുമായിട്ടുള്ള പ്രശ്നം എന്താണെന്നുള്ള രീതിയിലേക്ക് റെന ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ആ വിഷയത്തിൽ ഞാൻ ആകെ കൂടി ഒരു വട്ടം ആ ഒരു ബിൻസി എവിക്റ്റ് ആയ ശേഷം ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഉടനെ റെന പറയുന്നുണ്ട്, അത് പുറത്ത് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയം എന്താണ് ശരിക്കും, ആ ഒരു ഡ്രസ്സ്, ക്ലീവേജ്, ഇതൊക്കെ എന്താണ്, മറ്റേ ബിൻസിയുടെ വെള്ള ഡ്രസ്സിനകത്ത് ക്ലീവേജ് കാണിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് കറക്റ്റ് ആയിട്ട് ആ പഴയ കാര്യം ഒരു കളത്തരവും ഇല്ലാതെ പറയുന്നുണ്ട്. അന്ന് ഈ വിഷയം ആദിലയും നൂറയും ശൈത്യയും താനും കൂടി ഇരുന്നപ്പോഴാണ് ഈ സംസാരം ഉണ്ടായത്. അപ്പൊ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ കാര്യം, അതായത് അനുമോൾ ഉൾപ്പെടെ പറഞ്ഞു. അപ്പൊ അനുമോള് ഈ കൈ പിടിച്ച കാര്യം അനുമോൾ പറഞ്ഞു, ഇത് നോക്ക് കൈ പിടിച്ചോണ്ടിരിക്കുന്നു, അപ്പാനിയുടെ കയ്യിൽ ഇതോ പിടിക്കുന്നു, ഇത് കണ്ടോ ഇതൊക്കെ. അപ്പം റെന അന്നേരം വന്ന് അത് അനുമോളെ അങ്ങനെ പറയരുത് എന്ന് റെന ശാസിക്കുന്നുണ്ട് അനുമോളെടുത്ത്. അപ്പൊ അനുമോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാ പറഞ്ഞത്, അങ്ങനെയൊക്കെ പിടിക്കുന്നത് നാട്ടുകാർ കാണുമ്പോൾ, ഓഡിയൻസിന് അങ്ങനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവര് കുറ്റം പറയും എന്ന് ഞാൻ
പറഞ്ഞിട്ടുണ്ട് എന്ന് അനുമോൾ അവിടെ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്. പക്ഷെ ബാക്കി കാര്യങ്ങൾ മനഃപൂർവ്വം ആ ഡ്രസ്സ് ഇട്ട് കുനിഞ്ഞ് താഴെ പോയി എന്തോ എടുത്ത് അത് ആ ഒരു അപ്പാനിയുടെ മുമ്പിൽ ക്ലീവേജ് കാണിച്ചത്, അത് പറഞ്ഞത് ശൈത്യയും ആദിലയും ഒക്കെ തന്നെയാണ്. എന്നിട്ട് ഈ ശൈത്യയും ആദിലയും ഷാനവാസിനോട് പോയി പറയുന്നത് അനുമോള് വിറ്റ്നസ് ആണ്. പക്ഷേ ഇതൊന്നും അവരെ ആരും പറയുന്നില്ല. ശൈത്യയും ആദിലയും ഇതെല്ലാം അനുമോള് മാത്രം ചെയ്തു എന്നാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഈ പറയുന്ന അനുമോള് റെനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ റെനയും മസ്താനിയും ഒക്കെ എല്ലാം കണ്ടതാണ്. അപ്പം ഉടനെ റെന അന്നേരം അങ്ങോട്ട് പറയുന്നുണ്ട്. റെന പറഞ്ഞ വാക്കാണ്, ശരിക്കും മസ്താനിയാണല്ലോ കൂടുതലും അപ്പാനി ചേട്ടന്റെ അടുത്തോട്ട് പോയത് എന്ന് റെന പറഞ്ഞു. അതിനുശേഷം മസ്താനി അന്നേരം പറയുന്നുണ്ട്, അത് മാത്രമല്ല റെന, നീ ഒരു കാര്യം കണ്ടില്ലായിരുന്നോ, ഈ ഒരു വിഷയം അവിടെ നടക്കുന്ന സമയത്ത് ഷാനവാസിക്കായും അപ്പാനിയും തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടന്ന സമയമായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം, ഈ ഒരു സംസാരം നടന്നപ്പോഴത്തേക്കും അപ്പാനി ചേട്ടൻ ഭയങ്കരമായിട്ട് പേടിച്ച് ഷാനവാസിന്റെ പിന്നാലെ നടന്ന ഒരു രാത്രി നീ ഓർക്കുന്നില്ലേ എന്ന് മസ്താനി റെനയോട് ചോദിക്കുകയാണ്. കാരണം പുറത്തിറങ്ങി ഇവരിതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഉടനെ റെന പറയുന്നുണ്ട്, അത് ഞാൻ കണ്ടത് ഈ വിഷയമായിരുന്നല്ലേ, അത് ചിലപ്പോഴേ അപ്പാനിക്ക് പുറത്തെ കാര്യം അറിയില്ലല്ലോ, അതപ്പോ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയോ എന്നറിയാത്തത് കൊണ്ടായിരിക്കും. എന്തായാലും ബിൻസിയുടെയും അപ്പാനിയുടെയും പ്രശ്നം സോൾവ് ആയതായിരുന്നു. അതായത് പുറത്ത് അപ്പാനിയും അപ്പാനിയുടെ ഭാര്യയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഇതൊരു വലിയ പ്രശ്നമാക്കിയത് ബിൻസിയാണ് എന്ന് റെന ഫാത്തിമ പറഞ്ഞു. അവിടെ ഞാനത് എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഇന്നയാള് പറഞ്ഞു എന്നുള്ളത് പിന്നെ വരുമ്പോഴത്തേക്കും അനുമോള് മാത്രം പറഞ്ഞു എന്നാവും. കേട്ടിരുന്ന അനുമോള് പറഞ്ഞാണ് കൈമാറും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇവിടെ റീ എൻട്രി കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന അപ്പാനിയുടെ കാര്യം പിന്നെയും എടുത്ത് അപ്പാനിയുടെ കാര്യവും ബിൻസിയുടെ കാര്യവും നോക്കിക്കൊണ്ടിരുന്നിടത്തേക്ക് ഈ വിഷയം വീണ്ടും എടുത്തിട്ട് ചളവാക്കിയത് ബിൻസിയാണ് എന്ന് റെന പറയുന്നുണ്ട്. പിന്നെ ആ വിഷയത്തിൽ നിന്നും അടുത്തൊരു വിഷയത്തിലേക്ക് പോകുന്നത് മസ്താനി ബിൻസി വിഷയമാണ്. അതായത് അത് അവസാനം എന്താണെന്നുള്ളത് റെന അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നത് വെച്ചാൽ ഈ ബിൻസിയുടെ വിഷയം, ശരിക്കും പറഞ്ഞാൽ ബിൻസി അപ്പാനി വിഷയം, അത് ഇന്റർവ്യൂവില് ചോദിക്കേണ്ടി വന്നു. മസ്താനിയുടെ ഹോട്ട് സീറ്റ് സംഭവം ആ ഒരു ഇന്റർവ്യൂവിൽ വന്നു. ബിൻസി കാശ് എണ്ണി വാങ്ങിച്ച് ഈ വിഷയം ചോദിച്ച് അതിന് ചിരിച്ച് കളിച്ച് ഉത്തരം പറഞ്ഞ് അതിന്റെ വീഡിയോ കട്ട്പാട്ടിട്ട് അത് ബിൻസി കൊളാബ് അക്സെപ്റ്റ് ചെയ്ത് അത്രയും റീച്ച് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ റിപ്പോർട്ട് അടിച്ച് അതിനെതിരെ ഇപ്പം തന്നോട് സംസാരിച്ചു. ഇത് മസ്താനി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഇതിനകത്തൊരു സത്യമുണ്ട്. നമ്മളിപ്പം ഈ ഒരു ബിഗ് ബോസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇപ്പം ഞാനും ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ്, ഇന്റർവ്യൂ, ഇവരെയൊക്കെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം എന്നൊക്കെ നമ്മൾ കരുതും. അപ്പൊ ഇവരെല്ലാവരും നമ്മുടെ കാശൊക്കെ ചോദിക്കും. ചിലപ്പോൾ 2000, 5000 ഒക്കെ കാശൊക്കെ ചോദിച്ച് മേടിക്കും. അത്രയൊന്നും കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യത്തുമില്ല. പക്ഷെ അവർ ഈ പറയുന്ന കണക്ക് നമ്മൾ ഈ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഇത് വരും. അപ്പൊ അവർ തന്നെ നമ്മുടെ അടുത്തും പറയും, നിങ്ങൾ ഇങ്ങനൊന്നും ചോദിക്കല്ലേ. അപ്പൊ ഒക്കെ നമ്മളും ചോദിക്കത്തില്ല. അവരുടെ കംഫർട്ടബിൾ അനുസരിച്ച് മാത്രമേ നമ്മൾ ഇരുത്തി ഓരോന്നും ചോദിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഒരു ഇന്റർവ്യൂ കംപ്ലീറ്റ്ലി അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു. നല്ല സന്തോഷമായിട്ട് എല്ലാം പോകുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ പോകുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതിൽ മറ്റ് പല വ്യക്തികളും ആ വീഡിയോയുടെ പല കട്ട് പാർട്സ് എടുത്ത് അവിടെ ഇവിടെയും ഒക്കെ ട്രോളാക്കി ഇടുന്നുണ്ട്. ഇത് ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഇപ്പൊ സീരിയൽ ഗ്രാൻഡ്മയാണ് ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്നതെങ്കിൽ സീരിയൽ ഗ്രാൻഡ്മയ്ക്ക് പിന്നെ ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല. അത് വേറെ ആരൊക്കെയോ എടുത്ത് കട്ട് പാർട്സ് ഇട്ട് അവർ കൊണ്ടുപോയി ബാക്കി ഇടുന്നവർ പോലും ഈ പറയുന്ന ഇന്റർവ്യൂ ചെയ്യപ്പെട്ട വ്യക്തി കൊണ്ടുപോയി കൊളാബ് വരെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്റർവ്യൂ കഷ്ടപ്പെട്ട് എടുത്ത് കാശ് കൊടുത്ത് അവരുടെ കൊണ്ടൊരു ഇന്റർവ്യൂ എടുത്ത് ഇത്രയും ചോദിപ്പിച്ച്. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ആദിലയുടെ ഇന്റർവ്യൂ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആദില ഇത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയി ഇത്രയും മാനിപ്പുലേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആദിലയ്ക്ക് ജെനുവിൻലി അനുമോളോട് എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്നൊക്കെ എനിക്ക് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ തന്നെ തുടക്കം മുതലേ ആദിലയുടെ അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസിന് മുന്നേ ഉള്ള ഒരു ആദിലയുടെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. ബിക്കോസ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാനൊരു മുസ്ലിം ഫാമിലിയിലാണ്. എൻ്റെ പേര് സഫാന എന്നാണ്. ഞാനും ഈ പറയുന്ന കണക്ക് ഈ മതം അല്ലെങ്കിൽ അതൊക്കെ വിട്ട് ഒരു ഏത്തിസം അങ്ങനെയൊക്കെ ഒരു ലൈഫിലേക്ക് വന്ന് ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതുപോലൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ പറയുന്ന ഓപ്പൺ മൈൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളും ചിലപ്പോൾ സദാചാരം പറയും, നമ്മൾക്കും തെറ്റുപറ്റും, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രം നോക്കി നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ആദില എന്ന് പറഞ്ഞൊരു വ്യക്തി ഇത്രയും അങ്ങോട്ട് മാനിപ്പുലേറ്റഡ് ആയി ശൈത്യ പറയുന്നത് കേൾക്കുന്നു, ബിൻസി പറയുന്നത് കേൾക്കുന്നു, ഒന്നും മനസ്സിലാവാതെ പെരുമാറുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത് കുറച്ച് നാൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റിൽഡ് ആകുമ്പോൾ ആദിലേക്ക് റീതിങ്ക് ചെയ്യാൻ പറ്റും. നല്ല പക്വതയുള്ള പെൺകുട്ടിയായിട്ട് നല്ലൊരു കുട്ടിയായിട്ടാണ് എനിക്ക് ആദിലയെ തോന്നിയിട്ടുള്ളത്.
എനിക്ക് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ആ ഒരു ഇന്റർവ്യൂ എനിക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂ ചോദിക്കുന്നത്, അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ട് മാത്രമൊന്നും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കത്തില്ല. ഏതായാലും ഇവരുടെ കോൺവെർസേഷൻസ് കംപ്ലീറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസ് ഇപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് അവരെ വിളിച്ചേക്കാണ്, അടുത്ത ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരങ്ങോട്ട് പോയി, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ സീരിയൽ ഗ്രാം നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.